ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പേടയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ് ഈ ഒരു പാൽപ്പേട എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ ഇത് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് പാൽപ്പൊടി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കട്ടയൊന്നുമില്ലാതെ ബാറ്റർ നമുക്ക് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടി പിടിക്കാതെ നോക്കണം കേട്ടോ, ഇളക്കി കൊടുക്കൽ നിർത്തരുത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് പാലൊക്കെ വറ്റി വന്ന് ഇതുപോലെ ഒരു തിക്കാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു പോരുന്നൊരു പരിവാവും. അപ്പോൾ ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ മിക്സ് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരിവാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്തിട്ട് 1 മിനിറ്റ് കൂടി അതൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി നമ്മുടെ മിക്സ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര പൊടിച്ചത് അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായി ഒന്ന് ചൂടാറി വരുമ്പോൾ, ഒത്തിരി ചൂടാറാൻ പാടില്ല, ചെറിയൊരു ചൂടിൽ തന്നെ കുറച്ച് മിക്സ് എടുത്തിട്ട് കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലൊട്ടി പിടിക്കും. അപ്പോൾ അതെടുത്ത് നന്നായി ഒന്ന് റോൾ ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേടയുടെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ പേടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല. പിന്നെ അതിന് മുകളിൽ ഡിസൈനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പേട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പല ഷേപ്പിലും പേട ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുവിൽ നട്ട്സ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പേട കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു പേട. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ പേടയുടെ സൈഡ് ഭാഗം നല്ല രസമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ 2 വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.